ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് സ്പ്ലിറ്റ് സ്റ്റിച്ചാണ്. നമ്മളത് സ്റ്റിച്ച് ബോർഡിലും ചെയ്തെടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു മോട്ടിഫിലും നമ്മൾ ചെയ്തു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു തന്നത് അല്ലെങ്കിൽ ചെയ്ത് കാണിച്ചിട്ടുള്ള സ്റ്റിച്ചും മോട്ടിഫും ഒക്കെ നിങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ വിശ്വസിക്കുന്നത്. ചെയ്തിട്ടില്ലാത്തവരൊക്കെ ചെയ്ത് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതേപോലെ സ്റ്റിച്ച് ബോർഡിലും മോട്ടിഫിലൊക്കെ ചെയ്ത് പഠിക്കുക. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള സ്റ്റിച്ച് ബോർഡിലൊന്നും തന്നെ ഞാൻ ഇതിലൊന്നും നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റിച്ചുകളുടെ പേര് ഇതിൽ ഞാൻ എഴുതിയിട്ടില്ല. കാരണം നമുക്ക് റെക്കോർഡിൽ വെക്കുന്ന സമയത്ത് സ്റ്റിച്ച് ബോർഡിൽ പേരെഴുതാനുള്ള ഓപ്ഷനില്ല. അതുകൊണ്ടാണ് ഇതിലും ഞാൻ അതുപോലെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സ്റ്റിച്ച് ഏതാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കുക കേട്ടോ, നമ്പർ ഇട്ട് മെൻഷൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ നോട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ നോട്ട് പാഡോ സെറ്റ് ആക്കിയിട്ട് ഫസ്റ്റ് 1, 2 എന്നുള്ള നമ്പർ കൊടുത്തതിന് ശേഷം 1 റണ്ണിങ് സ്റ്റിച്ച്, 2 ഡബിൾ റണ്ണിങ് സ്റ്റിച്ച്, അങ്ങനെ ഓരോ സ്റ്റിച്ചും ഏതാണെന്നുള്ളത് നിങ്ങളൊരു ജസ്റ്റ് ഒരു നോട്ട് പാഡിലോ അങ്ങനെ ഏതെങ്കിലും ഒരു നോട്ട് ബുക്കിലോ നിങ്ങൾ എഴുതി വയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കത് ഏതാണ് സ്റ്റിച്ച് എന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് റെക്കോർഡിൽ വെക്കുന്ന ആ ഒരു രീതിക്കാണ് ഞാൻ ഈ ഒരു ക്ലോത്തിൽ ഇതിൻ്റെ ഓരോ സ്റ്റിച്ചിൻ്റെയും പേരെന്താണെന്ന് എഴുതാത്തത് കേട്ടോ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് സ്പ്ലിറ്റ് സ്റ്റിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് നമുക്ക് ഔട്ട്ലൈൻ കാറ്റഗറിയിൽ വരുന്ന സ്റ്റിച്ചാണ്. കൂടുതൽ നമ്മൾ സ്റ്റെമ്മ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ്, സ്റ്റെമ്മ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പം അത് നോർമലി നമ്മൾ ചെയ്തതുപോലെ തന്നെ 3 ലെയർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ലെയർ ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഭാഗം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റിച്ച് ബോർഡിൽ ഞാൻ ഒരു ലൈനും വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം നമ്മളൊരു റണ്ണിങ് സ്റ്റിച്ചിലാണ് ഈ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൂചി കുത്തി മുകളിലേക്ക് എടുത്തതിന് ശേഷം ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് അതായത് നോർമൽ റണ്ണിങ് സ്റ്റിച്ചിനൊക്കെ നമ്മൾ കൊടുക്കുന്ന പോലെ ഒരു ചെറിയ ഗ്യാപ്പ് വിടുക. അധികം വലുതായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട, ചെറിയ ചെറിയ സ്റ്റിച്ചായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടതിന് ശേഷം സൂചി താഴേക്ക് കുത്തി ഇറക്കാം. മുഴുവനായിട്ട് വലിക്കാതെ ഈ ഒരു ലൂപ്പ് വരുന്ന രീതിയിൽ ഈ ഒരു ത്രെഡ് വെക്കുക കേട്ടോ. എന്നിട്ട് ഈ 2 ഗ്യാപ്പിൻ്റെയും നടുവിലായിട്ട് നമുക്ക് വീണ്ടും സൂചി കുത്തി മുകളിലേക്ക് എടുക്കാം. എന്നിട്ട് നമുക്കിത് വലിച്ച് ടൈറ്റാക്കി എടുക്കാം. ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇനി വീണ്ടും നമുക്ക് ഈ ഒരു ത്രെഡ് മുകളിലേക്ക് ഇങ്ങനെ പിടിക്കാം. അതിനുശേഷം ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് വീണ്ടും നമുക്ക് സൂചി താഴേക്ക് കുത്തിയെടുക്കാം. അതിനുശേഷം ചെറിയൊരു ഗ്യാപ്പ് വെച്ച് നമുക്ക് ഈ സൂചി മുകളിലേക്ക് വലിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വരുന്നത്. ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് സൂചി കുത്തി ഇറക്കുക. നൂല് മുഴുവനായിട്ടും വലിച്ച് ക്ലോസ് ചെയ്യാതെ ചെറിയൊരു ലൂപ്പ് വെച്ചിട്ട് നമുക്ക് നമ്മൾ ചെയ്ത സ്റ്റിച്ചിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് വിട്ട് സൂചി കുത്തി മുകളിലേക്ക് എടുക്കാം കേട്ടോ. ഈ ഒരു രീതിക്കാണ് വരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് വരിക കേട്ടോ. ഈ ഒരു രീതിക്ക് നമുക്ക് ഈ സ്റ്റിച്ച് ബോർഡിൽ മുഴുവനായിട്ട് ഈ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പം നമ്മൾ സ്റ്റെം സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കെട്ടിട്ട് അവസാനിപ്പിക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മോട്ടിഫിലേക്ക് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു പിക്ചറാണ് ഞാൻ മോട്ടിഫ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഫ്രെയിം വെച്ച് സെറ്റ് ചെയ്ത് നമുക്ക് സ്റ്റെം സ്റ്റിച്ച് കൊടുത്തിട്ട് ഇത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിക്ചറൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഫ്രെയിമൊക്കെ വെച്ച് സ്റ്റാൻഡിൽ വെച്ച് സെറ്റാക്കി വെച്ചതാണ്. നമുക്കിതിനി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 ലെയർ തന്നെ കേട്ടോ ത്രെഡ് എടുത്തത്. ഫസ്റ്റ് ഒരു റണ്ണിങ് കൊടുക്കുക. പിന്നെ കോർണർ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് സൂചി ഒന്ന് കുത്തി ഇറക്കിയതിന് ശേഷം അടുത്ത പോയിന്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. രണ്ട് രീതിക്ക് ഞാൻ ചെയ്ത് കാണിച്ചതാട്ടോ. ഈ ഒരു രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം, ഈ ഒരു രീതിക്കും ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിത് ചെയ്ത് കംപ്ലീറ്റ് ആക്കാവേ.
അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് മാത്രം ഞാൻ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതാണ്. ബാക്കി കംപ്ലീറ്റ് ചെയ്തത് നമ്മുടെ മെൻഷൻ ചെയ്തിട്ടുള്ള സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ള. അപ്പോൾ നമുക്കൊന്ന് ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇനി ഒന്ന് അയൺ ചെയ്തിട്ട് നിങ്ങൾക്ക് 4 സൈഡ് സ്റ്റിച്ച് ചെയ്ത് റെക്കോർഡിലേക്ക് ഒട്ടിച്ചു വെക്കാം കേട്ടോ. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇത് എങ്ങനെയാട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്, ഈ ഒരു രീതിക്കാണ് ബാക്ക് സൈഡ് വരുന്നത്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന മോട്ടീഫ് ഒന്നുകിൽ ഒരു റെക്കോർഡ് ബുക്ക്, ഒരു നോർമൽ കോളേജ് നോട്ട് പോലത്തെ ഒരു നോട്ട്ബുക്ക് വാങ്ങിയാലും മതി. ജസ്റ്റ് ഇതൊന്ന് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ A4 ഷീറ്റ് വാങ്ങിയിട്ട് അതിൽ ഒട്ടിച്ചു വയ്ക്കാം. A4 ഷീറ്റിൽ ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു മെഷർമെൻറ്റിനനുസരിച്ചിട്ട് ക്ലോത്ത് ഒന്ന് നിങ്ങൾ കട്ട് ചെയ്താൽ മതി. A4 ഷീറ്റിൻ്റെ ആ ഒരു വീതിക്ക് അനുസരിച്ച് ക്ലോത്ത് കട്ട് ചെയ്ത് 4 സൈഡിലും മടക്കി അടിച്ചിട്ട് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പൈറലായിട്ടുള്ള ബുക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ റെക്കോർഡ് ബുക്ക് പോലെ സ്പൈറൽ ബുക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ബുക്ക് മേടിച്ചിട്ട് ചെയ്യാം. ഇനി അതിനും പറ്റില്ല വെച്ചാൽ ഒരു നോട്ട്ബുക്ക്, ഒരു കോളേജ് നോട്ടൊക്കെ വാങ്ങിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സ്റ്റിച്ചും മോട്ടിഫും. ഞാൻ ചെയ്ത റെക്കോർഡിലുള്ള മോട്ടിഫ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ ഞാൻ ചെയ്ത വർക്ക്. ഞാൻ എൻ്റെ റെക്കോർഡിലേക്ക് ചെയ്തിട്ടുള്ള വർക്ക് ഇതാണ്. സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്തെടുത്ത വർക്ക് ഇതാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള പുതിയ മോട്ടിഫാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്റ്റെം സ്റ്റിച്ചാണ്. സ്റ്റെം സ്റ്റിച്ചും അത് യൂസ് ചെയ്തിട്ട് നമ്മളെങ്ങനെയാണ് മോട്ടിഫ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സ്റ്റിച്ചുകളൊക്കെ ചെയ്ത് പഠിക്കുക. ഇതേപോലെ മോട്ടിഫുകളും കാര്യങ്ങളും ചെയ്ത് റെക്കോർഡാക്കി സൂക്ഷിച്ച് വെക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും ഇതിന് മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാ സ്റ്റിച്ചും ചെയ്ത് പഠിക്കുക. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോസ് കാണുക. മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ എൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. പിന്നെ വീഡിയോസ് നമ്മൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോയും നെക്സ്റ്റ് ഒരു സ്റ്റിച്ചും മോട്ടിഫായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.